അസ്സലാമലൈക്കും. മുന്നൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് മക്കളെല്ലാവരെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? റാഹത്തല്ലേ? അൽഹംദുലില്ലാ, നമുക്ക് ഒരുവിധം സുഖമാണ് കേട്ടോ. കുറേ ദിവസമായില്ലേ മക്കളെ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അതിൻ്റെ ഇടയിൽ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടീന് കേട്ടോ. അതൊന്നോ എഡിറ്റ് ചെയ്ത് വെച്ച വീഡിയോ ആണ്. നമുക്ക് മക്കളെ ഒമാനിലൊക്കെ നല്ല കാറ്റും മഴയൊക്കെ അതിന് വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിച്ചാലൊക്കെ ഉണ്ട് കേട്ടോ. ഞമ്മക്കൊന്നും അത്ര ബുദ്ധിമുട്ടൊന്നും ആയില്ല. എന്നാലും നെറ്റൊന്നും ഇല്ല. എന്നിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാണ്ടെന്ന് നെറ്റ് വന്ന് നോക്കുന്നേരം ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ അപ്ലോഡ് ചെയ്ത് നോക്കുന്നേരം മെനിയാന്ന് അപ്ലോഡ് ചെയ്യാൻ വെച്ച് കിട്ടാൻ. പക്ഷേ അത് അപ്ലോഡ് ആകുന്നില്ല. അങ്ങനെ ഇന്നലെ നേരത്തോട് നേരം കഴിഞ്ഞപ്പോഴാണ് അപ്ലോഡ് ആയത്. എന്നപ്പോഴാണ് നിങ്ങളടുത്തേക്ക് എത്തിയിട്ടോ. അതാണ് വീഡിയോ ഇടാനൊക്കെ വൈകിയത്. കമൻറ്റിനൊന്നും മറുപടി തരാണ്ട് നിന്നിട്ടാണ് കേട്ടോ. എല്ലാവരും ക്ഷമിക്കണേ. വീഡിയോ ഒക്കെ ഞാൻ നെറ്റില്ലാത്തന്ന് എടുത്ത് വെച്ചതാട്ടോ. അത് ഞാനിപ്പോൾ ഇടുകയാണ്. അന്ന് ഇടാൻ പിന്നെ നെറ്റില്ലാത്തതും കൊണ്ട് കഴിഞ്ഞില്ലല്ലോ. എല്ലാവരും കണ്ട് സഹകരിക്കണേ മക്കളെ. രാവിലെ തന്നെ ഈ കൊലായിൽ വന്ന് കുത്തിരിക്കാൻ എന്തൊരു സുഖമാണെന്നറിയാം. നല്ലൊരു തണുത്ത കാറ്റും ഉണ്ട്. നല്ലൊരു കാലാവസ്ഥയെ ആസ്വദിച്ച് കുത്തിരിക്കാൻ നല്ലൊരു സുഖമുള്ള ടൈമാണ് രാവിലെ. പക്ഷേ ആ രാവിലെ നമുക്ക് തീരെ ടൈം ഉണ്ടാവില്ല ഒന്ന് ആസ്വദിക്കാനൊന്നും. വെറുതെ കുത്തിരുന്ന് ആസ്വദിക്കലുണ്ടല്ലോ, അതിന് കഴിയൂല. അതിനിപ്പോൾ ഞാൻ പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നു അരിഞ്ഞിട്ട് ഞാൻ കൊണ്ട് കൊലായിൽ വന്ന് കുത്തിരുന്ന് അരിഞ്ഞിടുക കേട്ടോ. നമ്മളെ പണിയും നടക്കും ആസ്വദിക്കലോ, രണ്ടും ഒരുമിച്ച് അങ്ങ് കഴിയല്ലോ. അത് സമാധാനത്തിൽ അങ്ങനെ കുത്തിരിക്കാമല്ലോ. അല്ലാണ്ട് രാവിലെ തന്നെ 100 കൂട്ടം പണിയുള്ളപ്പോൾ അവിടെ വന്ന് കുത്തി നിൽക്കുകയാണെങ്കിൽ കുത്തിരിപ്പ് കൊള്ളൂല മക്കളെ. ഒരു സമാധാനം ഉണ്ടാവില്ല. ഇതൊരു പണിയെടുത്ത് ഇങ്ങനെ കുത്തിരിക്കുകയാണെങ്കിൽ നമുക്കൊരു സമാധാനത്തിൽ ഇങ്ങനെ പണിയെടുക്കുകയാണല്ലോ ഉള്ളൊരിത് ഉണ്ടാകുമല്ലോ. അങ്ങനെ മത്തനൊക്കെ കേക്ക് മക്കളെ വൻപയറും മത്തനും കൂടി കുക്കറിലിട്ട് ഇങ്ങനെ അടുപ്പത്തിച്ച് പോകുന്നതാട്ടോ. അതാന്നങ്ങനെ വേട്ടയും വിചാരിച്ചു. അപ്പോൾ ഓരോന്നപ്പോൾ നമ്മൾ ക്യാരറ്റും എടുത്ത് പോകുന്ന നിൽക്കുന്നത്. ഈ ക്യാരറ്റൊക്കെ നല്ല മൊഞ്ചുള്ള ക്യാരറ്റ് നമ്മൾ വരണ്ടയും ചുരണ്ടയും ഒന്നും വേണോ ഒന്നും നല്ലോണം കേക്ക് ഇങ്ങനെ അരിഞ്ഞിട്ടാലൊക്കെ മതി. എന്നാലും ഞമ്മക്കൊരു സമാധാനമാണല്ലോ ഒന്ന് വരണ്ടി പോക്കിയാലൊക്കെ. ഒന്നുമില്ല ഇമ്മ. എന്നാലും സമാധാനത്തിന് വേണ്ടിയാണ് കുത്തി നിന്ന് നന്നാക്കി എടുത്ത് കട്ട് ചെയ്തിടണം. എന്നിട്ട് വേണം അത്തുണ്ടായി കേക്കിയിൽ ചോപ്പറിട്ട് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. ബാക്കി ചെറിയ ചെറിയ പീസാക്കി ഇങ്ങനെ കുനുകുനാന്ന് അരിയേണ്ട ഉപ്പേരിക്ക് അതിന് വേണ്ടിയിട്ട് ചോപ്പറിലിട്ട് കേട്ടോ. ഇത് നന്നാക്കി എല്ലാം കൂടി എടുക്കുകയാണ് നമ്മൾ വൃത്തിക്ക് വേണ്ടി. ഇത് പച്ചയിൽ ഇങ്ങനെ കടിച്ച് മുറിച്ച് തിന്നാൽ എന്തൊരു സുഖമാണെന്നറിയോ. നല്ല ടേസ്റ്റും ഉണ്ട്. നല്ല വൃത്തിയുള്ള ക്യാരറ്റാണ്. ഞാൻ കുറേ കുത്തിരിപ്പ് തിന്നുകയും ചെയ്തിരിക്കുന്നു. രാവിലെ ചായയൊന്നും കുടിക്കാണ്ട് മക്കളെ പണിക്കൊക്കെ നിൽക്കുന്നു കേട്ടോ. ചായയും കുടിച്ച് കുത്തിരിക്കുമ്പോഴേക്ക് ഇവിടെ വെയിലിങ്ങ് വരും. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് കുത്തിരിക്കാനാവില്ലല്ലോ. വെയിൽ വന്നാൽ പിന്നെ നമുക്ക് അകത്തുള്ള പണിയെടുക്കാമല്ലോ വിചാരിച്ച് അതാണ് ചായ കുടിക്കാണ്ടെന്ന് പെട്ടും കടലേക്ക് ആക്കിയിട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പോയി ചായ കുടിക്കുക. ക്യാരറ്റ് ഫുള്ളൊന്നും വേണ്ട കേട്ടോ. കുറച്ച് നമ്മൾ മാറ്റി വെക്കണം. സന്ധ്യയോടൊക്കെ എടുത്ത് ഞാൻ കൊലയിലൊക്കെ പോകുന്നതെന്നല്ലാണ്ട് ആവശ്യത്തിന് എടുത്ത് അരിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പോൾ ചോപ്പറിലിട്ട് അരിയാൻ കൊണ്ട് പെട്ടെന്നാവട്ടോ. അത് കയ്യും കത്തിയിട്ട് കുത്തിരിക്കുകയാണെങ്കിലൊന്നും വേഗം തീരുന്നില്ല. അതാക്കത്തിലേ നടക്കും. ചോപ്പറിലായം കൊണ്ട് എല്ലാം കൂടി കട്ട് ചെയ്ത് ഇങ്ങനെ ഇതിലൊക്കെ കിട്ടുന്ന നമ്മൾ എത്തിക്കുകയാണെങ്കിൽ വേഗം വേഗം കുനുകുനാന്നങ്ങായി കിട്ടും. ഞാൻ ആ ക്യാരറ്റൊക്കെ നന്നാക്കി വരുമ്പോൾ കണ്ട് ചായയൊക്കെ പറഞ്ഞ് കുടിക്കുന്നു കേട്ടോ. കട്ടൻ ചായയാണ് കുടിക്കുന്നത്. പുട്ടും കടലയൊക്കെ കഴിക്കാനൊന്നും വേണ്ടാന്ന് പറഞ്ഞ്. ചില സമയത്ത് ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ വരും. അന്നപ്പം പുട്ടും കടലയൊക്കെ കഴിക്കൂല കേട്ടോ. രണ്ടും ഗ്യാസാണല്ലോ. ഞാൻ റസ്ക്കും കൂട്ടിയാണ് കട്ടൻ ചായ കുടിക്കുന്നത്. റസ്ക് പൊട്ടിച്ചിട്ടപ്പോൾ ഒക്കെ മേശമ്മ തൊഴിഞ്ഞിക്കുന്നത് അതിൻ്റെ പൊടികൾ. അതുകൊണ്ട് തിന്നുമ്പോൾ പാൻറ്റിലും തൊഴിഞ്ഞിക്കുന്നത്. അതാട്ടോ ഇപ്പോൾ പറയുന്നത്. പാൻറ്റിലൊക്കെ പൊടി തൊഴിഞ്ഞെന്ന്. അപ്പോൾ ഞാൻ തട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടേക്ക് ഇപ്പം അങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ ഞാനൊക്കെ തട്ടി കൊടുക്കുകയാണ്. കാക്ക പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയതാട്ടോ. പിന്നെ നമുക്ക് പൊരിയിലൊക്കെ അത്യാവശ്യമായിട്ട് വേണ്ടി സാധനങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. അന്നപ്പോൾ എരിയത്തൊന്നൊന്ന് പറഞ്ഞു കൊടുത്തേക്കാണെങ്കിൽ മറന്നു പോയില്ലേ കൊണ്ടുവരും. അല്ലെങ്കിലും എന്തായാലും പറയാം നീ വാട്സപ്പ് ചെയ്യണം മറന്നു പോകുന്ന. ചില സമയത്താണ് ഒക്കെ നോക്കിച്ച് പോകട്ടോ. എന്നിട്ട് വാങ്ങിക്കൊണ്ടുവരികയും ചെയ്യും. ഞാൻ പറയാണ്ട് വാങ്ങിക്കൊണ്ടുവരികയും ചെയ്യും. എല്ലാ സ്വഭാവവും അറിയട്ടോ. അങ്ങനെ ഒരു പോയതിന് ശേഷമാണ് നമ്മൾ ചായയൊക്കെ കുടിക്കുന്നത്. ചായയൊക്കെ പറഞ്ഞ് പുട്ടും കടലയൊക്കെ തിന്നിട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ തേങ്ങ അരയ്ക്കാൻ വേണ്ടി എടുത്ത് വെച്ചതാണ്. വൻപയറും മത്തനൊക്കെ വെന്തിക്കുന്നത്. അതിലൊക്കെ പച്ചമുളകും ചെറിയ ജീരകവും വെളുത്തുള്ളിയും ചെറിയുള്ളിയും തേങ്ങയും കൂടി കേട്ടോ അരിക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂട്ടും. മത്തനും വൻപയറോടൊക്കെ കറി വെക്കുമ്പേ തേങ്ങ അരയ്ക്കുന്ന കൂട്ടത്തിൽ ഇത്തിരി വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ജീരകവും കൂട്ടി അരച്ച് വെക്കാണ്ടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കറിക്ക് വെക്കാത്തതിലൊക്കെ ഇങ്ങനെ വെച്ച് വെക്കാണ്ടി. പിന്നെ നമ്മൾ പച്ചക്കറിയിൽ ഇങ്ങനത്തെ പച്ചക്കറി ഉണ്ടാക്കുമ്പോൾ അധികം ആൾക്കാരൊന്നും വെളുത്തുള്ളി ഇടൂലല്ലോ. അത് തേങ്ങയെ കൂട്ടിയാൽ മതി. അധികം ഒന്നും ഇട്ട് അത് കുറച്ച് ഇട്ടാൽ മതി എന്നേ ഉള്ളൂ. ഇത് പച്ചമുളക് പകുത്ത് പോയതാട്ടോ. ഞാനിത് പിന്നെ വേറെ ആക്കിയിട്ടൊന്നുമില്ല. ഇതിന് ആ ചോയ ഉണ്ടാകില്ല. പച്ചമുളകിൻ്റെ ചോയ എന്തായാലും ഉണ്ടാകില്ല. നല്ല എരിവും ഉണ്ട്. പിന്നെ ഇതിലും കൂടി വേർതിരിച്ചെടുക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കലപ്പിൽ തന്നെ എടുത്ത് അരിക്കുകയാണ്. പച്ചയും ചോന്നും എല്ലാം കൂടി. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കട്ടെ. ഈ കറിക്ക് ഞാൻ 3 തേങ്ങ ഇട്ട് അരയ്ക്കുന്നത്. 3 തേങ്ങ 3 ട്രിപ്പാക്കി അരച്ചെടുക്കുകയാണ്. ഇത് ഈ വലിയ ജാറിലിട്ട് അരയ്ക്കുകയും ചെയ്യുന്നത്. ജ്യൂസിൻ്റെ സുജാത മിക്സിൻ്റെ ജാറാനെ കൊണ്ട് നല്ലോണം അരിഞ്ഞിട്ടുകയും ചെയ്യും. നല്ല മിക്സി ആട്ടോ. നമ്മളെപ്പോഴും ഓഫാക്കി വെച്ചിന് കേട്ടോ. മത്തനും പയറും കൂടി അതൊന്ന് തുറന്ന് നോക്കുകയാണ്. തേങ്ങ അരച്ചപ്പോൾ ആവി കിടന്നും കൊണ്ട് ഒന്നുകൂടി വെന്തിക്കുന്നത്. വേറെ ഒന്നും ഇതിലിട്ടില്ല കേട്ടോ. മത്തനും പയറും ഉപ്പും മാത്രം ഇട്ട് വേവിച്ചതാണ്. നല്ലോണം വെന്തിക്കുന്നത്. ഇനി നമുക്ക് തേങ്ങ ഇട്ടൊന്ന് ഇളക്കി കൂട്ടി കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ടൊന്ന് ഇങ്ങനെ വറവ് ചെയ്തിക്കുകയാണെങ്കിൽ കറി സെറ്റായി. ഒരുപാട് കറി കിട്ടും. ഇതിൻ്റെ അടിയിലേക്കൊന്നും ഇളക്ക് എത്തൂല, കൈ എത്തൂല. എന്നുവെച്ചാൽ നല്ല ആയുള്ള കുക്കറാണ്. ഇത് 20 ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ. ഇത് നമ്മൾ നല്ലോണം അതിലൊക്കെ കയ്യൊക്കെ ഇട്ടിങ്ങനെ ഇളക്കുമ്പോൾ നമ്മളെ കൈ കുക്കറിൻ്റെ വക്കിന് തട്ടിപ്പോവും. അങ്ങനെ എത്രയോ വട്ടം എൻ്റെ കൈ പൊള്ളിക്കുന്നു.
അപ്പോൾ ഞാൻ തൽക്കാലം തേങ്ങയൊക്കെ ഇതിലൊക്കെ ഇട്ട് വറവയും വട്ടച്ചമ്പൊക്കെ ഒഴിക്കുകയല്ല, എന്നപ്പോൾ നല്ലോണം നിളക്കി കൂട്ടാൻ വിചാരിച്ചതാണ്. എന്നാലും വായത്തിലൊക്കെ ഒന്ന് ആകുമ്പോഴൊക്കെ ഒന്ന് നിളക്കി കൂട്ടി ഞാൻ വറവ് ചെയ്യാൻ നോക്കുക കേട്ടോ. എനിക്ക് വട്ടച്ചമ്പ് വെച്ചാൽ പതിപ്പിക്കുകയും ചെയ്യുന്നത് പൊന്തിച്ചെങ്ങനെ വട്ടച്ചമ്പിൽക്ക് ഒഴിക്കാനായിട്ട് ആകെയില്ല, മുക്കി പരങ്ങാൻ വേണം. ഇനിയിപ്പോൾ തേങ്ങ ഇട്ടേം കൊണ്ട് വെച്ചുകൊണ്ട് വെയിറ്റ് കൂട്ടില്ലേ, അതെടുത്ത് പൊന്തിച്ചെങ്ങനെ അടുപ്പമ്പലേക്ക് വെക്കാനും ആവില്ല. ജനലും ഡോറൊക്കെ തുറന്നിട്ട് വീഡിയോ എടുത്തിട്ടായിരിക്കും കറക്കി കളറൊന്നും കൂടെ കണ്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ജനലൊക്കെ ഒന്ന് അടിച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തപ്പോൾ അപ്പോൾ നല്ല കളറ് കാണുന്നുണ്ട് കറക്കി. മറ്റേ കറി എന്തോ വേറെ എന്തൊരു കളറായിരുന്നു. അങ്ങനെ ഉപ്പ് പോലായൊക്കെ ഞാൻ ഉപ്പൊക്കെ ഇട്ടെടുത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചെടുക്കട്ടെ. ഇത് ഫുള്ളാക്കി കറി ഉണ്ടാക്കുകയാണ്. ഈ പച്ചമുളക് അരച്ച കറിക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ, നല്ല ടേസ്റ്റും ഉണ്ടാവുമല്ലോ. ഇതാണെങ്കിൽ ഇറക്കിൽ കെടുത്ത് ചില കേൾക്കാൻ സുഖം കേട്ടോ. ഇത് മുകളിലായിട്ടാണ്, മേശൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ കേൾക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. ഇത് ഇറക്കിൽ എടുത്തേക്കാനും കുറച്ച് വെയിറ്റ് ഇല്ലേ, അതിനെക്കൊണ്ട് ഞാൻ എടുത്തേക്കാൻ നിന്നില്ല. അപ്പോൾ നമ്മൾ ഉണക്കിയ മുളകാണ് മക്കളെ ഇത് കണ്ടോ. ഞാൻ പറഞ്ഞില്ലേ വെളുത്തണ്ട് നിൽക്കുന്ന ഉണക്കിയ മുളക്, നല്ല കളറും കൊണ്ട് കാണുന്നില്ല, നല്ല ചുവന്ന മുളകായിരുന്നു. പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിലുള്ള ചുവപ്പുള്ളതുകൊണ്ട് ഒരുപോലത്തെ മുളക് തന്നെയാണ്. കുറച്ച് വെളുത്തണ്ട് നിൽക്കുക, കുറച്ച് ചുവന്നുണ്ട് നിൽക്കുക. എന്നിട്ടാണ് ഞാൻ പൊടിച്ച് വെക്കാണ്ടിരുന്നത്, വറവ് ചെയ്യാൻ വേണ്ടി എടുത്തതാട്ടോ. അങ്ങനെ വെളുത്തണ്ടെക്കുന്നത് ആർക്കെങ്കിലും അറിയാമോ? വറവ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടി നമ്മളെ കൈ വട്ടച്ചെമ്പിനൊന്ന് തട്ടി. ഈ വട്ടച്ചെമ്പിന് തട്ടിയിരിക്കുകയാണ് നല്ല ചൂട് കേട്ടോ, നല്ല ചൂടുള്ള വട്ടച്ചെമ്പ്, നല്ല കനമുള്ള വട്ടച്ചെമ്പായതുകൊണ്ട് ഇറച്ചി വെന്തു. വേഗം ഞാൻ ഓൽമേൻ്റെ അടുത്ത് വെച്ചാട്ടോ. തീപ്പൊള്ളുന്നതിൻ്റെ ഓൽമേൻ്റെ അടുത്ത് ഞാൻ സ്റ്റോക്ക് അടുക്കളയിൽ എപ്പോഴും കൊണ്ടക്കല. ഞാൻ തീപ്പൊള്ളി എന്തെങ്കിലും ആക്കി വെളിച്ചെണ്ണ തെറുക്കി എന്തെങ്കിലും ആയിട്ട് ആവി തട്ടുക, എന്തെങ്കിലും ആലുണ്ടോ, എന്തെങ്കിലും പത്തിരി ഇടുമ്പോൾ അല്ലെങ്കിൽ ചപ്പാത്തി ഇടുമ്പോഴായിട്ട് ആവി കയറുക, അല്ലെങ്കിൽ വട്ടച്ചെമ്പിന് തട്ടുക, അല്ലെങ്കിൽ കുക്കറിന് തട്ടുക. ഈ മൊത്തം കലകളാക്കി കൈമേൽ വേഗം ഓൽമേൻ്റെ അടുത്ത് വെക്കല, പിന്നെ പുള്ളി പോകില്ല കേട്ടോ. അതാണ് അടുക്കളയിൽ തന്നെ വെക്കില്ല, എന്നാൽ പിന്നെ നാട്ടും കൊണ്ടും പോയി നേരം വൈകണ്ടല്ലോ വിചാരിച്ചിട്ട്. അങ്ങനെ മക്കളെ വറവ് ചെയ്ത ചെമ്പിൽ വെച്ചിട്ടാട്ടോ ഞാൻ സെറ്റാക്കി എടുക്കുന്നത്. കുക്കറിൽ എനിക്ക് സെറ്റാക്കാൻ പറ്റിയില്ലല്ലോ, അതിനെക്കൊണ്ട് തീയിൽ വെച്ച് ഇങ്ങനെ വേണ്ടിയ വെള്ളം ഒഴിച്ചു കൊടുത്തേക്കുന്നു, ഉപ്പൊക്കെ ഇട്ട് കൊടുത്തേക്കുന്നു. ഈ വട്ടച്ചെമ്പ് നല്ലോണം തളിച്ചിട്ട് ഇത് ഓഫാക്കും കേട്ടോ. ഇനി അടുത്ത പരിപാടി ക്യാരറ്റ് കട്ട് ചെയ്യുക, പേരി ഉണ്ടാക്കുക, പിന്നെ മീനിട്ട് കട്ട് ചെയ്യുന്നത്, അത് കറി വെക്കണം, പൊരിക്കണം, ഓംലേറ്റ് ഉണ്ടാക്കണം, പപ്പടം പൊരിക്കണം, ചപ്പാത്തി ഉണ്ടാക്കണം. ഇതെല്ലാം കൂടി ഒരു 12:30 മണിയാകുമ്പോൾക്ക് റെഡിയാക്കണം കേട്ടോ. ബാങ്ക് കൊടുക്കുമ്പോൾ ഒന്നുകിൽ ചപ്പാത്തി അടുപ്പത്തുണ്ടാവും, അല്ലെങ്കിൽ മീൻ പൊരിക്കുന്ന അടുപ്പത്തുണ്ടാവും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആട്ടോ ഉണ്ടാവില്ല. ഈ വീഡിയോ ഒന്നോ എടുത്ത് വെച്ചതാണെങ്കിൽ ഒന്ന് ശനിയാഴ്ച തന്നെ കേട്ടോ ഞാൻ എഡിറ്റ് ചെയ്യുകയും വോയിസ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. എന്നാണ് ഇപ്പോൾ അതിൻ്റെ ഒരു സൗകര്യം കിട്ടുന്നത്. ഇന്ന് 12 മണിയാകുമ്പോൾ നമ്മൾ പണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നത്, പിന്നെ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞ് എഡിറ്റ് ചെയ്യാനിരുന്ന്. എഡിറ്റ് ചെയ്യണമെങ്കിൽ കുറേ ടൈം ആവില്ലേ. ആ എഡിറ്റ് ചെയ്ത് പിന്നെ അതിന് ശേഷം ഫുഡ് കഴിച്ചതിന് ശേഷം വോയിസ് ഓവർ കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടി കിച്ചണിൽ പണിയെടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. രാത്രിയൊക്കെയുള്ള ഫുഡ് ഉണ്ടാക്കണമല്ലോ. ഇന്നലെ ഞങ്ങൾ രാത്രിയത്തെ ഫുഡൊക്കെ വേഗം ആക്കി. അങ്ങനെ ഞങ്ങൾ പാർക്കിലൊക്കെ പോയിന് കേട്ടോ രാത്രി. പിന്നെ 12 മണിയൊക്കെ കഴിഞ്ഞാൽ കേട്ടോ റൂമിലെത്തിയേ. പിന്നെ കഴിഞ്ഞ മക്കൾ പിന്നെയും എങ്ങോട്ടോ പോയി, ഞാൻ പോയില്ല.
അങ്ങനെ നമ്മളെ ക്യാരറ്റൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കിട്ടും. അതിന് ലാസ്റ്റ് ഒരു പ്രാവശ്യം കൂടി കുറച്ചുകൂടിയേ ഉള്ളൂ, അതുകൂടി കട്ട് ചെയ്യാനുള്ളൂ. ആ കൂട്ടത്തിൽ ഞാൻ കുറച്ച് മുളകും എടുത്തിടുന്നുണ്ട്. പെരിയിലിടാനുള്ള മുളക് വേണമല്ലോ. കുറച്ച് തേങ്ങയൊക്കെ ഒതുക്കിയിട്ടാൽ നല്ലതാട്ടോ. തേങ്ങയും ഞാൻ ഇടുന്നില്ല. ഈ മുളകിൻ്റെ മൊത്തയോ കഴിച്ചിട്ട് നല്ല പഴുത്ത മുളകാട്ടോ, പച്ചമുളക് പഴുത്തതാണ്. ഇവിടെ ഇങ്ങനെ എന്നെ കൊണ്ടുപോകുന്നതാട്ടോ. പച്ചയും പത്തയും കൽപ്പിൽ ഞാൻ കൽപ്പിൽ എടുത്തതിൽ പച്ച തീർന്നതാണ്. അങ്ങനെ പത്തല്ല ബാക്കി ഇപ്പോൾ ഇതാ. പിന്നെ പഴുത്ത് ഇങ്ങനെയൊക്കെ ഉപയോഗിച്ചിരിക്കണത് അങ്ങ് തീരല്ലേ. ഇപ്പോൾ വെയിലത്തിട്ട് ഉണക്കാനൊരു പണിയാണ്. ഇനി ഇടയ്ക്കിടയ്ക്ക് മായി കാറ്റുമൊക്കെ അതും ഉണ്ടാലുണ്ട്. പിന്നെ ഒരു പണിയാകുമല്ലോ വെച്ചിട്ട് അതിന് നിന്നിയില്ല. ഇത് കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ ചട്ടി അടുപ്പ് തിരിച്ച് കിട്ടും. ഇനി അതിൽ എണ്ണ ഒഴിച്ചെടുത്ത് ഇങ്ങനെ കടുകും കറിവേപ്പിലിട്ട് ക്യാരറ്റ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ ഒന്ന് ഇളക്കി കൊടുത്തത് അടുക്കി മൂടി വെച്ചതാടുന്ന ആവി നിങ്ങൾ വെന്തോളിൽ ചെറിയ തീയിലാക്കിയിട്ടാൽ മതി. അങ്ങനെ ഞാൻ വോയിസ് ഓവർ കൊടുത്തോണ്ട് നിൽക്കുമ്പോഴാണ് അസറാങ്ക് കൊടുക്കുന്നത്. അത് കേട്ടപ്പോൾ ഞാൻ ഫോൺ ഓഫാക്കി വേറെയുള്ള പണിക്ക് പോയിട്ടോ. കിച്ചണിൽ കോഴിമുട്ടയും അടുപ്പത്ത് വെച്ചിരിക്കുന്നത്, അരിയും അടുപ്പത്തിട്ട് രാത്രിയൊക്കെയുള്ള ചോറിന്. അങ്ങനെ മക്കളെ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലയൊക്കെ ഇട്ടൊന്ന് പൊട്ടിച്ച്, പിന്നെ നമ്മൾ ലാസ്റ്റ് കട്ട് ചെയ്ത കുറച്ച് ക്യാരറ്റും പച്ചമുളകും ഉണ്ടായിരുന്നല്ലോ. പഴുത്ത മുളക് ഇട്ടോ. പച്ചമുളക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കില്ലേ പഴുത്ത മുളക് കഴിഞ്ഞല്ലോ. ആ മുളകും കൂട്ടിങ്ങാൻ പൊടിച്ച് വെച്ചിരുന്നല്ലോ, അതാണ് ഇട്ടെടുത്തത്. അത് ഇട്ടതിന് ശേഷമാണ് ബാക്കിയുള്ളതൊക്കെ ഇട്ടത്. അത് എരിവ് എല്ലായിടത്തും എത്തിക്കോട്ടെ എണ്ണയിൽ ഇട്ട് കൊടുത്താൽ ഫസ്റ്റ് തന്നെ ഉപ്പിട്ട് നല്ലോണം ഇളക്കി ഇങ്ങനെ അടുക്കിയാടെ മൂടി വെച്ചതാട്ടോ. എന്നാൽ പിന്നെ ആവി കിടന്ന് അങ്ങ് വേവും. ചെറിയതാക്കിയാലോ ഇപ്പോൾ എനിക്ക് അരിഞ്ഞത്, അതിനെക്കൊണ്ട് വേഗം വാടി കിട്ടുകയും ചെയ്യില്ല. അല്ലെങ്കിലും ക്യാരറ്റും ബീറ്റ്റൂട്ടൊക്കെ വേഗം വാടി കിട്ടൂലേ. ഇത്തിരി എണ്ണ അധികം ഒഴിച്ചാൽ മതി, നിങ്ങൾ വേഗമായി കിട്ടും. ഇത് ഞങ്ങൾ പൊരിക്കാനുള്ള മീൻ കട്ട് ചെയ്യാണ്. മോനാട്ടോ കട്ട് ചെയ്യുന്നത്. കറി വെക്കാനുള്ള വേറെ ആൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് മോന് കനം കുറച്ച് ഇങ്ങനെ അരിഞ്ഞിട്ട് പൊരിക്കണമെന്ന് പറഞ്ഞു. ഇതുപോലത്തെ മീൻ തന്നെയാണ് കറി വെക്കാനും കേട്ടോ. അത് വേറെ മോഡലിലാണ് കട്ട് ചെയ്തതേ ഉള്ളൂ. കട്ട് ചെയ്ത ആളും വ്യത്യാസമുണ്ട്, മോഡലും വ്യത്യാസമുണ്ട്. ഇത് മീൻകറിക്കുള്ള തക്കാളി ജ്യൂസ് അടിക്കുക കേട്ടോ. ഈ മിക്സിയിലാണ് സാധാരണ ജ്യൂസ് അടിക്കല്. ഇപ്പോൾ ചോപ്പർ തന്നെ എടുത്ത് പുറത്തുള്ളതും കൊണ്ട് അതിൽ തന്നെ അടിച്ചതാണ്. നല്ലോണം കൊണ്ട് അരിഞ്ഞിട്ടില്ല എന്നല്ലാണ്ട് നമ്മൾ മീൻകറിക്കൊക്കെ ഇങ്ങനെ ആയാൽ മതി കേട്ടോ. തക്കാളി കുറച്ച് ഞാൻ എണ്ണയിലിട്ട് വാട്ടിയെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ആദ്യം കുറച്ച് എണ്ണ വെച്ച് ഇങ്ങനെ അതിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും തക്കാളിയൊക്കെ ഇട്ട് വാട്ടിയെടുത്തതാണ്. പിന്നെയാണ് ഞാൻ ഈ ജ്യൂസ് അടിച്ച് ഞാൻ ഈ തക്കാളിയും കൂടി അതിലൊക്കെ ഒഴിക്കുന്നത്. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ നമ്മളിങ്ങനെ മീൻ മുളക് ഇട്ട് നോക്കുന്നതൊക്കെ കാണിക്കുന്നതല്ലേ. ഇങ്ങനെ കറി നമ്മൾ ഏകദേശം ചെറിയുള്ളിയും കറിവേപ്പിലയൊക്കെ ഇട്ട് വറവ് ചെയ്ത് ഇറക്കി വയ്ക്കുന്നു കേട്ടോ. പിന്നെ മീൻ പൊരിക്കാനുണ്ട്. മീൻ പൊരിക്കാൻ അടുപ്പത്ത് വെച്ചിരിക്കുന്നു, ബാക്കി ഇതാക്കുന്നുണ്ടാനും. അങ്ങനെ ഫുഡിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊന്ന് പുറത്തിറങ്ങി കാലാവസ്ഥ നിരീക്ഷിക്കുക കേട്ടോ. നല്ല മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട്, മഴക്കാറ് മൂടി കെട്ടി നിൽക്കുന്നത്. ആ കാണാൻ വേണ്ടി ഒന്ന് റോഡുമ്പോൾ ഇറങ്ങിയതാണ്. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ മക്കളെ. നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.